സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിലാക്കിക്കൊണ്ട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഈ നിയമ ഭേദഗതി 2019 ഡിസംബറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയതിൻ്റെ തൊട്ട് പിറകെ തന്നെ ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജികൾ പോയിരുന്നു. അതിലാദ്യത്തെ ഹർജി സമർപ്പിക്കപ്പെട്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള കേസ് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറ്റ് സംഘടനകളും വ്യക്തികളും ഒക്കെ. ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് തന്നെ ഏതാണ്ട് 200ഓളം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിൻ്റെ നിയമപരമായ സാധ്യതയെക്കുറിച്ച് സംസാരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവും പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ ഒരു നിയമ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കി അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു. അങ്ങനെ ഫയലിൽ സ്വീകരിക്കുമ്പോൾ ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നത് അത് നിയമപരമായി ചിലപ്പോൾ സാധുവായിരിക്കാം, പക്ഷേ അതിൻ്റെ ഒരു നീതിയുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അതിലൊരു നീതികേടില്ലേ? തീർച്ചയായിട്ടും ഒരു പെൻഡിങ് മാറ്ററിൽ ഒരു കേർസിയുടെ ക്വസ്റ്റൻ തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഈ കേസ് ചലഞ്ച് ചെയ്തത് ആർട്ടിക്കിൾ 14ന്റെയും ആർട്ടിക്കിൾ 21ന്റെയും വയലേഷൻ ഉണ്ട്. ഈ റീസണബിൾ ക്ലാസിഫിക്കേഷൻ അല്ല, ഡിസ്ക്രിമിനേറ്ററി ആണ് ഈ നിയമം. ഒരുപാട് ഈ പറഞ്ഞ ഭരണഘടനയുടെ പാർട്ട് 3 പിന്നെ മൗലികാവകാശങ്ങളിലെ പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങളുടെ ലംഘനമായതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 13ാം അനുച്ഛേദ പ്രകാരം അത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് ഭരണഘടന തന്നെ പറഞ്ഞതുകൊണ്ട് അതിന്റെ ജുഡീഷ്യൽ റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ആ കേസിലെ മെറിറ്റിൽ വാദം നടത്തി അഡ്മിഷൻ സ്റ്റേജിൽ വാദം നടത്തുമ്പോൾ യൂഷ്വലി ഒരു സാധാരണഗതിയിൽ ഒരു ലെജിസ്ലേഷനെ, ഒരു ആക്ടിനെ അല്ലെങ്കിൽ അതിന്റെ അമെൻമെന്റിനെ ചലഞ്ച് ചെയ്ത് പോകുമ്പോൾ ആക്ട് ആസച്ച് സ്റ്റേ ചെയ്യുക എന്നത് വളരെ റയറായി മാത്രം കോടതിയോട് ചെയ്യലാണ്. കാരണം അത് ചെയ്യാൻ സാധ്യതയില്ലാത്തത്. പിന്നെ ചെയ്തത് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് സ്റ്റേ ചെയ്തത്. ആക്ട് പ്രാബല്യത്തിൽ വന്നാലുണ്ടാകുന്ന കോൺസിക്വൻസ് വിൽ ഇറ്റ് മേക്ക് എനി ഗ്രീവൻസ് ടു എനി പേഴ്സൺ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് വിൽ ബി മച്ച് ഡിഫറെന്റ്. അതിപ്പോൾ ചെയ്തില്ലെങ്കിൽ നാളെ അത് റീകൂപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമ്പാക്ട് ഉണ്ടാകും. അതിന്റെ ഒരു ബാലൻസ് ഓഫ് കൺവീനിയൻസ് ഒക്കെ നോക്കിയ ശേഷമാണ് സ്റ്റേ ചെയ്തത്. ആ സാഹചര്യത്തിൽ കോടതിയിൽ യൂണിയൻ ഗവൺമെന്റ് വന്ന് പറഞ്ഞൊരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആക്ട് വന്നിട്ടുള്ളതേ ഉള്ളൂ, അത് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് നടപ്പിൽ വരുന്നു എന്ന് പറയുന്ന ഡേറ്റ് ജാനുവരി 10, 2020 ആണ് അവർ പറഞ്ഞത്. എന്നാലും ഞങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പ്രൊസീജിയർ കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന റൂൾസ് ഫ്രെയിം ചെയ്യാത്തിടത്തോളം കാലം ഇത് പ്രകാരം യാതൊരു കോൺസിക്വൻസും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ മാത്രമേ പിന്നെ ഈ കോൺസിക്വൻഷ്യൽ ആക്ഷൻ സ്റ്റേ ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഗ്രീവൻസ് റേസ് ചെയ്യപ്പെടുമോ. അപ്പോൾ അത് അല്ലെങ്കിൽ അത് പ്രിമച്വർ എന്ന് പറയും. നേരത്തെ തന്നെ നിങ്ങൾ ഫയൽ ചെയ്ത് അത് വന്നതിന് ശേഷമാണ് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ ഒരു ഗ്രീവൻസ് റേസ് ചെയ്യുമ്പോൾ പറ്റില്ല. അത് കോടതി പാർഷ്യലി എഗ്രി ചെയ്തിട്ട് പറഞ്ഞു നമുക്കിത് ഇമീഡിയറ്റ് ആയിട്ട് കേൾക്കാം. അതിനിടയ്ക്ക് ഇപ്പോൾ ഏതാനും റൂൾസ് ഒക്കെ വന്നാലല്ലേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇമീഡിയറ്റ് ആയിട്ട് കേൾക്കാമെന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കേസ് ഒരുപാട് വന്നു. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് റെക്കോർഡ്സിനോട് അതിന്റെ കമ്പൈലേഷൻ നടത്തി ലീഡ് കേസായിട്ട് ലീഗിന്റെ കേസിനെ കൊണ്ടുവന്നു. കമ്പൈലേഷൻ നടത്താനൊക്കെ പറഞ്ഞു. കമ്പൈലേഷൻ നടത്തി ഹിയറിംഗിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇതൊക്കെ നടന്നത് 4.5 വർഷം മുമ്പാണ്. ഈ 4.5 വർഷത്തിന് ശേഷം ഇപ്പോ അവർ റൂൾസ് കൊണ്ടുവരുമ്പോൾ കോടതിയിൽ അത് നിൽക്കുന്നു എന്നതൊന്നും മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അതായത് ഈ ഞാൻ പറയുമ്പോൾ കൂടി ഇപ്പൊ സമയം പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയുകയാണ്. അതായത് സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 18 പ്രകാരമാണ് റൂൾ ഉണ്ടാക്കുന്നത്. ആ റൂൾസ് ഉണ്ടാക്കുന്നതിന് അത് റൂൾ മേക്കിംഗ് പവർ അവിടെയാണ്. അപ്പൊ സോഴ്സ് ഓഫ് പവർ 18. സെക്ഷൻ 18 ഒരു സബ്സെക്ഷൻ 4 ഉണ്ട്. സബ്സെക്ഷൻ 4 പറയുന്നത് ഈ ആക്ടിന്റെ ഈ 18ാം വകുപ്പ് പ്രകാരം 1 പ്രകാരമുള്ള റൂൾസ് ഉണ്ടാക്കുമ്പോൾ ആ റൂൾസ് എല്ലാം ലോക്സഭയിലും രാജ്യസഭയിലും വെച്ച് 30 ദിവസം വെച്ച് അവിടെ നിന്ന് വേണമെങ്കിൽ റൂൾസിന്റെ പല ഭാഗങ്ങളും മാറ്റം വരുത്താം, റൂള് തന്നെ വേണ്ടെന്ന് വെക്കാം, ആ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോ അവസാന ലോക്സഭ കൂടി അതിന്റെ പീരീഡ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമയത്ത് സഭയിൽ പോലും ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ലാതെ റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ട് അറ്റംപ്റ്റിംഗ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്, സഭയിലേക്ക് പോകാതെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകും.
ഈ സ്റ്റേജിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി എനിക്കറിയില്ല, ഒരുപക്ഷെ അതൊരു തെരഞ്ഞെടുപ്പ് പ്ലാൻകായിട്ട് ഉപയോഗിക്കാനാണോ എന്ന് എനിക്കറിയില്ല. അതല്ല, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി കുറച്ച് ആളുകളെ പൗരത്വത്തിലേക്ക് വരികയും ഇലക്ടർ റോൾ ചാടുകയും ചെയ്യേണ്ട പർപ്പസ് ആണെന്നറിയില്ല. എന്തോ ഒരു ഇന്റൻഷൻ അതിനകത്തുണ്ട്. ആ ഇന്റൻഷനോട് കൂടി അവർ ചെയ്യുകയാണ്. പക്ഷെ സഭയിൽ വെക്കാൻ അവർ മടിച്ചിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. അതിന്റെ കാരണം ഈ റൂളിന്റെ കണ്ടന്റ് തന്നെ പ്രശ്നത്തിലാണ്. റൂൾസിനകത്ത് അവർ പറയുന്നത്, മുമ്പ് നമ്മൾ സാധാരണ ഒരു പൗരത്വത്തിന് വേണ്ടി അപേക്ഷ കൊടുത്താൽ കളക്ടർക്ക് അപേക്ഷ കൊടുക്കണം, കളക്ടർ റിപ്പോർട്ട് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റ് റിപ്പോർട്ട് സഹിതം സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോയി, അങ്ങനെ ഒരു പ്രൊസീജിയർ. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു എംപവർ കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഈ പറഞ്ഞ 6B പ്രകാരമുള്ള ഇത് കൊടുക്കുന്നുണ്ട് എംപവർ കമ്മിറ്റി രൂപീകരിച്ചത്. ആ എംപവർ കമ്മിറ്റിയെ ആരാണെന്ന് നോട്ടിഫൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇന്നലെ വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് കൺട്രോളിലുള്ള ഒരു കമ്മിറ്റിയായി എന്ന് മാറ്റുകയും അതിന്റെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി പോലും സെൻട്രൽ ഗവൺമെന്റ് കമ്മിറ്റിയായി മാറ്റിക്കൊണ്ട് അവരുടെ നോമിനേറ്റഡ് പേഴ്സൺസ് നിൽക്കുന്നു. ഒരു പ്രത്യേക തരത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം. അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ അന്ന് ഈ കോൺസിക്വൻസ് ഇല്ല, ഇപ്പോ ഈ പറഞ്ഞ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ള ഒരു വിഷയമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത്ര ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിരിക്കുന്നു എന്ന് വിവരം കോടതി അറിയിക്കണം. ഒന്നാമതായിട്ട്. രണ്ട്, റൂൾസിനകത്ത് ഈ പേറ്റന്റ് ഇല്ലീഗാലിറ്റി കോടതി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രൊസീജിയർ തന്നെ എക്സിസ്റ്റിംഗ് 2009 റൂൾസിനും വിരുദ്ധമാണ്, 1955 സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ പ്രൊവിഷനും വിരുദ്ധമാണ്, ഭരണഘടനയുടെ പാർട്ട് 2 വിരുദ്ധമാണ് എന്നതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കോടതിയിൽ തിരിക്കാം. അതിനേതായാലും നമുക്ക് അതിനൊരു സ്റ്റേ മേടിക്കുകയോ ഒന്നുകിൽ സ്റ്റേ കിട്ടുക, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വാദം കേൾക്കുക, സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം വരിക. രണ്ടിലൊന്നും ആവശ്യപ്പെടും. ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടെ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അന്ന് പറയുന്നത് ഇതിൻ്റെ റൂൾസ് ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഉടൻ നടപ്പാക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറയുമ്പോൾ, ഞങ്ങളിതിപ്പോൾ തൽക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പരോക്ഷമായി കോടതിയെ അറിയിക്കുകയാണ് ഒരു പരിധിവരെ കേന്ദ്ര സർക്കാർ ആ ഘട്ടത്തിൽ ചെയ്തത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നിയമത്തിൽ തന്നെ പറയുന്നത് പോലെ ഇതിൻ്റെ ചട്ടങ്ങൾ പോലും പാർലമെൻറ്റിൻ്റെ സഭകളുടെയും പരിഗണനയ്ക്ക് വന്നതിന് ശേഷം മാത്രം പ്രാബല്യത്തിൽ വരുത്തേണ്ടതാണ് എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുക. അത് ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ചട്ടം പ്രസിദ്ധി വിജ്ഞാപനം ചെയ്യുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുമ്പിലുണ്ട് എന്നല്ലേ? ചട്ടങ്ങളുടെ കാര്യത്തില് 18(4) എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. നോട്ടിഫൈ ചെയ്തതിന് ശേഷം പാർലമെന്റിൽ വെച്ച് പാസ്സാക്കി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് മാറുമെന്ന് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അത് പക്ഷേ ചട്ടങ്ങളുടെ കണ്ടൻസ് തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. ചട്ടങ്ങളുടെ കണ്ടൻസ് തന്നെ പേരന്റ് ആക്ടിന് വിരുദ്ധമാണ്. ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയേഴ്സ് എക്സിസ്റ്റിംഗ് റൂൾസിന് വിരുദ്ധമാണ് എന്നതൊക്കെ തന്നെ യൂഷ്വലി നമ്മൾ ഒരു റൂളിനെ അമെൻഡ് ചെയ്യുമ്പോൾ, അതിന്റെ റൂളിനെ ചലഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് പേരന്റ് ആക്ടിന്റെ പ്രൊവിഷൻസിന് കോൺഫ്ലിക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ റൂൾ നിലനിൽക്കുന്നതല്ല എന്നാണ് നമ്മുടെ വാദം. ആ വാദം അതിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ആക്ട് തന്നെ, അമെൻമെന്റ് ആക്ട് തന്നെ ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ഹിറ്റ് ചെയ്യുന്നത് കൊണ്ട് ആർട്ടിക്കിൾ 13 പ്രകാരമുള്ള ഇവാലുവേഷൻ നടത്തി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പ്രധാന വിഷയം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പാരന്റ് ആക്ടിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കുറെ കൂടെ അധികാരങ്ങളുണ്ടായിരുന്നു. കളക്ടർക്ക് അപേക്ഷ കൊടുക്കണം, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് പരിശോധനയ്ക്ക് ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ് റെക്കമെൻഡേഷനോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകണം. ഇതായിരുന്നു പാരന്റ് ആക്ടിലെ, അതായത് 1955 നിയമത്തിലെ വ്യവസ്ഥ. അത് മാറ്റിക്കൊണ്ട് ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർക്ക് മേധാവിത്വമുള്ള എംപവേർഡ് കമ്മിറ്റികളാക്കി മാറ്റിയിരിക്കുന്നത്. ജില്ലാതലത്തിലുള്ള കമ്മിറ്റി പോലും ഭൂരിഭാഗവും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അതായത് സ്റ്റേറ്റുകളെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ചട്ടമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് ഈ കമ്മിറ്റിയെ നോട്ടിഫൈ ചെയ്തിട്ട് അവര് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അവർ നേരിട്ട് ഈ എംപവർ കമ്മിറ്റിക്കും ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിക്കും മേലെ അവർക്കൊരു കൺട്രോളുണ്ട്. ആ കൺട്രോൾ ഉള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സിറ്റിസൺഷിപ്പിന്റെ ആപ്ലിക്കേഷൻ വന്നാൽ അവർക്ക് വേണമെന്ന് തോന്നുന്നവർക്കൊക്കെ സിറ്റിസൺഷിപ്പ് കൊടുക്കാം. അങ്ങനെ സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ടറൽ റോളിൽ അവരുടെ എൻട്രിയുടെ സമയം എന്ന് പറയുന്നത് നോമിനേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇലക്ടറൽ റോളിൽ എൻട്രി നടത്തും. ഇതൊരു പ്രോബബിലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യയിലെ പല ഭാഗത്തും അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലൊക്കെ അല്ലെ ബംഗാളിലുമൊക്കെ അതിനൊക്കെ പ്രാധാന്യമുണ്ട്. അത്തരം ഒരു ഇന്റൻഷനോട് കൂടിയാണോ ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ചലഞ്ച് ചെയ്ത് പോയി തിരിച്ചൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ കുറച്ച് ഒരുപക്ഷെ ചലഞ്ചിന് ഒരു സ്റ്റേ കിട്ടിയില്ലാതിരിക്കുക, കുറച്ച് മുന്നോട്ട് പോകുന്നതിരിക്കുക. പക്ഷെ ഈ പർപ്പസ് സെർവ് ചെയ്യും ആ സമയത്തിനകത്ത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാകാം എന്ന് കരുതുകയാണ്.
ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത്, അതായത് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനകത്തൊരു മുഖ്യ കക്ഷിയാണ്. ഒരു പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് ആ കേസിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടൊരു കക്ഷിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നൊരാവശ്യം എന്ന് പറയുന്നത് ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതും നടപടിക്രമങ്ങൾ തുടങ്ങിയതും സ്റ്റേ ചെയ്യുക എന്നുള്ളതാണോ പ്രധാനപ്പെട്ട ആവശ്യം? ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം അറിയാമല്ലോ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഈ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു നിയമമാണ്. ആ നിയമത്തിന്റെ ഡിസ്ക്രിമിനേഷനെ ഞങ്ങൾ റേസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള പല പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഈ റിലീജിയസ് പെർസിക്യൂഷൻ, മതത്തിന്റെ പേരിൽ പീഡനം നടത്തപ്പെട്ട ആളുകൾ, അവർക്ക് മാത്രമായിട്ടുള്ള ഒരു എന്താ പറഞ്ഞ പൗരത്വം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് മതത്തിന്റെ പേരിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മറ്റു പല കാരണത്തിന്റെ പേരിലും ഒക്കെ പീഡനങ്ങൾ നടന്നാൽ, പ്രോസിക്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പലായനം ചെയ്യപ്പെടും. അങ്ങനെ പലായനം ചെയ്യപ്പെടും. ചിലപ്പോൾ നാച്ചുറൽ കലാമിറ്റി കൊണ്ട് പലായനം ചെയ്യപ്പെടാം. ആ പലായനം ചെയ്യപ്പെടുന്ന ആളുകൾ അഭയം പ്രാപിച്ച് നമ്മുടെ രാജ്യത്ത് വരികയും അവർക്ക് അഭയം കൊടുത്ത് അവർക്ക് ഈ പൗരത്വം കൊടുക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ആ തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡം മനുഷ്യത്വപരമായ മാനദണ്ഡങ്ങളായിരിക്കണം. അല്ലാതെ അതിലെ മതം നോക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് റിലീജിയസ് പെർസിക്യൂഷൻ മാത്രമായി എടുക്കാൻ പാടില്ല. എല്ലാ കാറ്റഗറിയിൽ വരുന്ന ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. രണ്ടാമതായിട്ട്, രാജ്യങ്ങളെ സെലക്ട് ചെയ്ത കാര്യത്തിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മാത്രമായി സെലക്ട് ചെയ്തു. മ്യാൻമാറും ശ്രീലങ്കയും സെലക്ട് ചെയ്തു. അപ്പൊ സെലക്ഷൻ ഓഫ് കൺട്രീസിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. മൂന്നാമതായിട്ട്, വരുന്ന ആളുകളുടെ മതത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒരു പർട്ടിക്കുലർ മതം മാറ്റിവെച്ച് ബാക്കിയുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുന്നു എന്നത് അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ആർട്ടിക്കിൾ 14 ഹിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പേഴ്സണും, എല്ലാ വ്യക്തികൾക്കും ആ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് ക്ലെയിം ചെയ്യാം. അവരെയൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരെയൊക്കെ ഇല്ലീഗൽ മൈഗ്രന്റ് അല്ലാതാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുകയാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ആസാമിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ആസാമിലെ കൂടുതലും നാച്ചുറൽ കലാമിറ്റി കൊണ്ട് വരുന്നവരാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള മൈഗ്രേഷന്, പ്രോസിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റയറായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നാച്ചുറൽ കലാമിറ്റി കൊണ്ട് വരുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൊണ്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും, ചുവടെടുത്ത് ജീവിക്കുന്നവരുണ്ടാകാം, വർഷങ്ങളായി നിൽക്കുന്നവരുണ്ടാകാം. അവർക്കൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷൻ കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. 31/12/2014 മുമ്പ് അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സാധാരണഗതിയിൽ നാച്ചുറൽ കലാമിറ്റിയിലൊക്കെ വരുന്നവർക്കൊന്നും ഒരു രേഖ ഉണ്ടാവില്ല. ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകി വരുന്നവർക്ക് എന്ത് രേഖയാണ്? ഉടുക്കുന്ന ഡ്രസ്സ് മാത്രം ഉണ്ടാവുള്ളൂ. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് രേഖകൾ ചോദിച്ചാൽ രേഖകൾ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യാവുന്ന ഒരു കാര്യം, കളക്ടർ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുക, ഇന്ന ദിവസത്തിന് മുമ്പ് വന്നവരാണെന്ന് മേടിക്കുക. പിന്നെ അടുത്തത്, CAA വന്നതോടുകൂടി അവരിൽ ഒരു മുസ്ലിമും മറ്റൊരു മതക്കാരനും നിന്നാൽ അവരോട് ചോദിക്കുന്നത് നിന്റെ മതം ഏതെന്ന് ചോദിച്ചിട്ട് ഇന്നതാണ് മതമെങ്കിൽ CAA പ്രകാരം പൗരത്വം കൊടുക്കാം, മറ്റയാളുടെ മതം ഇന്നതല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാം എന്ന സാഹചര്യം അവിടെയുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടാക്കുന്ന വേദന, ഞങ്ങൾ തുല്യരാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ഓരോരുത്തരും തുല്യരാണെന്ന ബോധ്യം നമുക്ക് ഇൻസ്റ്റന്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തുണ്ടാകേണ്ടത്, ലെജിസ്ലേറ്റീവിന്റെ ഭാഗത്തുണ്ടാകേണ്ടത്, ജുഡീഷ്യറിന്റെ ഭാഗത്തുണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥ പ്രശ്നം. റൈറ്റ്. അത് ഈ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഒറിജിനൽ പെറ്റീഷനിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വളരെ കാതലായ, രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ ബാധിക്കാനിടയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പൊളിറ്റിക്കൽ എയിം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ആയിരിക്കെ അതിന് കൂടി തടയിടുക എന്നുള്ളതല്ലേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക? അതിന് പാകത്തിൽ ഇത് നടപ്പാക്കാനുള്ള നടപടികൾ സ്റ്റേ ചെയ്യുക എന്നുള്ളതിന് പ്രാമുഖ്യം കൊടുക്കേണ്ടി വരില്ലേ ആ പ്രയറിന്? തീർച്ചയായിട്ടും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നടപ്പാക്കുന്നതിന് സ്റ്റേ ചെയ്യുക. ഇഫ് യു വാണ്ട് ടു ഇംപ്ലിമെന്റ് ഇറ്റ്, എല്ലാവരുടെയും ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ട് നിങ്ങൾ പൗരത്വം കൊടുക്കുക. അവർക്ക് അർഹരായവരാണെങ്കിൽ പൗരത്വം കൊടുക്കുക. അതിന്റെ കട്ട് ഓഫ് ഡേറ്റ് ഒക്കെ നോക്കണമല്ലോ. അർഹരായവരുടെ പൗരത്വം കൊടുക്കുക. ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യരുത്. എനിബഡി ഹു വാണ്ട് ടു ഫയൽ ആൻ ആപ്ലിക്കേഷൻ, ലെറ്റ് ദം ഫയൽ ഇറ്റ്. അല്ലാതെ ഇന്നയാൾക്ക് കൊടുക്കണ്ട എന്നല്ല നമ്മുടെ കേസ്. എല്ലാവരേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ ഒരു സ്റ്റേയുടെ ആവശ്യമില്ല. അത് നമ്മൾ ആ പ്രയർ തന്നെ അത് പറയുന്നുണ്ട്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ തന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് സെലക്ട് ചെയ്ത് തീരുമാനമെടുക്കുന്ന ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ പേരിൽ നമുക്കൊരു തർക്കമുണ്ട്. ആ പ്രൊസീജിയർ കുറച്ചുകൂടി പ്രോപ്പർ ആകേണ്ടതുണ്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ആ സച്ച് നിലനിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായി റൂൾസ് പ്രകാരം ഒരാളെ ഇൻഡക്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ, ഒരാളെ പിന്നെ പൗരത്വം കൊടുക്കാൻ സാധിക്കില്ലല്ലോ ആ പർട്ടിക്കുലർ മതത്തിൽ നിന്നുള്ള ആളുകളെ. അങ്ങനെ വരുമ്പോൾ തൽക്കാലം ഇംപ്ലിമെന്റേഷൻ സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി പരിശോധിക്കുകയോ ചെയ്തേ മതിയാവും. അതുകൊണ്ട് മാത്രമാണ് അത് തൽക്കാലം തടയണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് കേൾക്കലാണ് ഞങ്ങളുടെ ആവശ്യം. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ വാദം കേട്ട്
തീരുമാനം എടുക്കണം. അതുവരെ അതിപ്പോൾ 1-2 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോയിട്ട് അത് കേൾക്കട്ടെ. അതുവരെ തൽക്കാലം ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നിർത്തലാക്കലാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഈ പ്രയറിൻ്റെ ഉള്ളടക്കം പറഞ്ഞപ്പോൾ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് ഇത് നടപ്പാക്കരുത് എന്നുള്ളതാണ് പ്രയർ. അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇത് നടപ്പാക്കരുത് എന്ന് മാത്രമാണ് പ്രയർ. അതായത് വളരെ ഏത് ഡിസ്ക്രിമിനേറ്ററി സ്വഭാവത്തിലാണോ ഈ നിയമ ഭേദഗതി ആവിഷ്കരിച്ചത്, ഏത് വിഭജന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ നിയമ ഭേദഗതിയെ കൊണ്ടുവന്നത്, അതിനെ നിയമപരമായി ചലഞ്ച് ചെയ്യുമ്പോൾ തീർത്തും സെക്കുലറായ, തീർത്തും ഇൻക്ലൂസീവായ, തീർത്തും പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ഈ 2 ഹർജികളും സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അതെ, തീർച്ചയായും. അത് മാത്രമല്ല, അതിനൊരു കാരണവുമുണ്ട്. കാരണം ഒന്ന് ഇൻക്ലൂസീവായ മതിയാവൂ എന്നുള്ള ഒരു പൊളിറ്റിക്സ് ആണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എല്ലാ കാലത്തും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു തിയോക്രാറ്റിക് ആയിട്ട് നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞവരാണല്ലോ ഇന്ത്യയിൽ നിലനിന്ന ശിഷ്ട മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ ജീവിച്ചവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ആ ഡിസ്ക്രിമിനേഷൻ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഡിസ്ക്രിമിനേറ്ററി ആകരുതെന്ന് അവർ ആഗ്രഹിക്കും. 2, ഭരണഘടനയിലെ നമ്മുടെ കണ്ടൻസ് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ ഏതെങ്കിലും ഭാഗം ഭരണഘടനയുടെ 3-ാം അധ്യായത്തിലെ ഏതെങ്കിലും മൗലിക അവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ ആ ഭാഗം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഡിക്ലെയർ ചെയ്യാവുന്നതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അതായത് നിയമമാസച്ചല്ല, ആ നിയമത്തിന്റെ ആ ഭാഗം, ആ ഡിസ്ക്രിമിനേറ്ററി ആകുന്ന ആ ഭാഗം മാത്രമാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ പറയുന്നത്. കോടതി അങ്ങനെ തന്നെ ആയിരിക്കും പരിഗണിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് വരുന്ന ആളുകൾക്കൊന്നും പൗരത്വം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ച് അല്ല. വരുന്ന ആളുകൾക്കൊക്കെ അർഹരായവർക്ക് പൗരത്വം കൊടുക്കണം, അതിന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു പറയുന്നത് മാത്രം. റൈറ്റ്. വളരെയധികം നന്ദി ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നിയമ പോരാട്ടം ഒരുപക്ഷെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ സുപ്രധാനമായ ഒരു നിയമ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആ ഹർജി പരിഗണിക്കുന്നതിൽ വൈകലുണ്ടായി എന്ന തോന്നൽ അത് വസ്തുതയുമാണ്. പക്ഷേ എങ്കിൽ പോലും ആ പോരാട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും നമ്മുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും, തീരുമാനം എങ്ങനെയായിരിക്കും എന്ന് കാത്തിരിക്കാം. വളരെയധികം നന്ദി ഇൻസൈറ്റിൽ സഹകരിച്ചതിന്. താങ്ക് യു വെരി മച്ച്.